aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുന്നു. ചെറിയ പട്ടണമായ ബത്ലഹേമിന്റെ സ്ഥിതി യേശുവിൻ്റെ ജനനം മാറ്റി എഴുതിച്ചു. ആ പട്ടണം ഇന്നും ലോകപ്രസിദ്ധമായി നിലകൊള്ളുന്നു. യേശു ഗലീല സന്ദർശിച്ചപ്പോൾ അതിൻ്റെ സ്ഥിതി മാറി. ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ലഭിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 1:78-79 ഭാഗങ്ങൾ. യേശു ഭൂമിയെ സന്ദർശിച്ചപ്പോൾ ഭൂമിയുടെ സ്ഥിതി മാറി. കാൽവരിയിലെ ക്രൂശ് മരണം സാത്താന്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വായിക്കും രുചി നോക്കുവാൻ കഴിയാത്ത നിത്യജീവന്റെ ഫലം കഴിക്കുവാനുള്ള യോഗ്യത നേടിത്തന്നു. ദൈവം എപ്പോഴും നമ്മെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവമാണ്. ആദാമിൻ്റെയും ഹവ്വായുടെയും കൂടെ എന്നും ഇരിക്കുവാൻ യഹോവയായ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അവരാണ് യഹോവയിൽ നിന്നും അകന്നു പോയത്. ദൈവീയ സന്ദർശനം അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ദൈവം സന്ദർശിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ദൈവീയ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ ദൈവം നിശ്ചയമായും തൻ്റെ ആടുകളെ സന്ദർശിക്കും. ബലഹീനമായ ആടിനെ പോലെ നീ ഇടയനില്ലാതെ വലഞ്ഞിരിക്കുകയാണോ? നിരാശകളാലും ദുഃഖങ്ങളാലും ഭാരം അനുഭവിക്കുന്നുണ്ടോ? എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞാടാണോ നീ? മറ്റാരോടും സങ്കടങ്ങൾ പറയുവാൻ കഴിയാതെ പ്രാർത്ഥനയോടെ കണ്ണീരോടെ ഹൃദയം നുറുങ്ങി ജീവിക്കുന്നവർ അനേകം പേരുണ്ട്. അവരോട് ദൈവത്തിന് മറുപടിയുണ്ട്. ആ മറുപടി ദൈവം നിശ്ചയമായും അവരെ സന്ദർശിക്കുമെന്ന് തന്നെയാണ്. സെഖര്യാവിന്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം തരുന്ന വാഗ്ദത്തം നാം കാണുന്നത് ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ യഹൂദ ഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചു, അവരെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും എന്ന്. തുരകം എന്ന വാക്കിനെ അർത്ഥം പടക്കുതിര എന്നാണ്. ആട് ബലഹീനമായ ജീവിയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ, പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാൽ ആടിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കരയാനല്ലാതെ. പോകുന്ന വഴിയിൽ ഒരു വെള്ളക്കെട്ട് കണ്ടാൽ പോലും അവ ഭീതി പൂണ്ട് നിന്ന് കരയും. എന്നാൽ കുതിര അങ്ങനെയല്ല. എത്ര ഒഴുക്കുള്ള വെള്ളമാണെങ്കിലും അതിനെ ധീരമായി ചാടിക്കടക്കും. പടക്കുതിര യുദ്ധത്തിന്റെ കാഹളധ്വനി കേട്ടാൽ പടയാളിയെയും വഹിച്ച് യുദ്ധക്കളത്തിലേക്ക് ധീരമായി കുതിക്കും. ഏത് സാഹചര്യത്തിലും അവസാന നിമിഷം വരെ പട പൊരുതി നിൽക്കും. ഏതു മതിലുകളെയും അവ ചാടിക്കിടക്കും. ആടും കുതിരയും തമ്മിൽ നല്ല അന്തരമുണ്ട്. ദൈവം ആടുകളെ സന്ദർശിക്കുമ്പോൾ ആടുകൾ പടക്കുതിരകളായി മാറും. പിന്നെ അവർ ഒരു സാഹചര്യത്തിലും കരയുകയില്ല. അതിശക്തിയുള്ള പരിശുദ്ധാത്മാവ് അവരെ നയിക്കും. അവരുടെ ഭീതി ഓടിയകലും. കുഞ്ഞാടുകൾ ഊർജ്ജസ്വലതയുള്ള തുരകങ്ങളായി മാറും. അവർ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യും. ദൈവിക സന്ദർശനത്തിനായി
ദാവീദ് പ്രാർത്ഥിച്ച പോലെ നാമും പ്രാർത്ഥിക്കണം. നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ എന്ന് 106 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവം പ്രാർത്ഥനകളിൽ നമ്മെ നിശ്ചയമായും സന്ദർശിക്കും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു, യഹോവ സാറയെ സന്ദർശിച്ചുവെന്ന്. ലഭിച്ചതോ വലിയ വാഗ്ദത്തം. അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ കൂടി ഇസ്രായേൽ എന്ന ഒരു വലിയ രാജ്യമുണ്ടായി. ഇസ്രായേലിയുടെ നിലവിളിയോടെയുള്ള പ്രാർത്ഥനകളിൽ ദൈവം അവരെ സന്ദർശിച്ചു, അവരെ ഫറവോനിൽ നിന്നും വിടുവിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ദൈവം നമ്മെ നിശ്ചയമായും സന്ദർശിക്കും. ആടുകളായ നാം തുരകങ്ങളായി മാറും. ഭയപ്പാടിന്റെ കാലങ്ങൾ മാറും. നീതി പാതകളിൽ സഞ്ചരിച്ചു ദൈവിക സന്ദർശനം അനുഭവിച്ചറിഞ്ഞവർ ധീരതയോടെ ആത്മനിറവോടെ ഇപ്രകാരം പറയും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എന്ന് 18 സങ്കീർത്തനം 28-29 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.